ഒരു കസേരയിൽ ഇരിക്കത്തില്ല, ബെഡേ കിടക്കത്തില്ല, 10 അടി നടക്കത്തില്ല. ഈ ഒരവസ്ഥയെ നിങ്ങളും ചിന്തിച്ചു നോക്ക്, എങ്ങനെ ഒരു സ്ത്രീ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് അടുത്ത വീട്ടിലൊരു പ്രൊഡക്റ്റ് കൊടുക്കാൻ വന്നപ്പോൾ പോയ വഴിക്ക് ജസ്റ്റ് എൻ്റെ തൊട്ടപ്പുറം വീട്ടിൽ എൻ്റെ ഒരു കുഞ്ഞുമ്മ സ്റ്റോക്ക് വന്നിട്ട് തളർന്നു കിടക്കും, 4 വർഷമായി. അപ്പൊ അവരോട് സംസാരിക്കാൻ വേണ്ടി കയറിയത്. പക്ഷെ ഞാൻ എന്തിനോ വേണ്ടി മുറ്റത്തേക്കൊന്ന് വല്ല ഇറങ്ങിയപ്പോ എന്നെ വിളിച്ചു, ആന്റി ഇതൊന്ന് കേട്ട് നോക്ക്, ആന്റിക്ക് ഇത് നല്ലതായിരിക്കും. ഈ കൊണ്ടുവന്ന വ്യക്തി എന്നോട് പറയാ. അപ്പൊ ഞാൻ ചെന്ന് കേട്ടു. ക്ലാസ് 10 മിനിറ്റ് അത്രയും സമയം ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്റെ കയ്യിൽ റെസ്റ്റ് ബാൻഡ് കെട്ടി തന്നു. ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു മാറ്റം തോന്നുക. അപ്പൊ ഞാൻ എന്തായാലും റോസാറിനെ കൊണ്ടുവിട്ട മകൾ വന്നപ്പോ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് ഒരു ദിവസത്തേക്ക് വാട്ടർ ജിപ്പാടൊന്ന് തരുമെന്ന് ചോദിച്ചു. അത് തന്നു. 2 കുപ്പി ഞാൻ വെള്ളം എന്റെ ഭർത്താവ് ഉണ്ട് കടച്ചു വന്നപ്പോഴത്തേനും കുടിച്ചു, കാലേ കെട്ടി വെച്ചു. എന്നിട്ട് ഞാൻ കാണിച്ചു, ചേട്ടാ എനിക്ക് വേദനയ്ക്ക് ഒരു സൂത്രം കിട്ടിയെന്നാ പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞ പേര് പോലും അറിയത്തില്ല അന്നേരം പറയാൻ. അന്നേരം എന്നെ കുറെ കളിയാക്കി. ഇത്രയും ഡോക്ടർമാര് ഇവരുടെ ഒക്കെ പണി പോകൂലേ, ഇതിൽ റിസൾട്ട് കിട്ടുമെങ്കിൽ നേഴ്സുമാര് മരുന്ന് കമ്പനി ഇതൊക്കെ പൂട്ടി പോലെന്ന് പറഞ്ഞ് കുറെ എന്നെ കളിയൊക്കെ ചിരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പരീക്ഷിക്കാം. കാരണം എന്നെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ വരും ചിത്രീകരിച്ചു. ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് പോലെ എൻ്റെ റിസൾട്ട് കൊണ്ടു നടക്കുന്നത്. അത് പിടിക്കാനുള്ള ശക്തി എനിക്കില്ല. കാരണം 2 കിലോ വെയിറ്റിൽ കൂടുതൽ എനിക്ക് എടുക്കത്തില്ല. ഒരു കുഞ്ഞു ബാഗ് പോലും കൈ പിടിക്കത്തില്ല. നമ്മൾ ഇങ്ങനെ കൈ പിടിച്ചാൽ നിവരൂല, നീട്ടി വെച്ചാൽ ചുരുക്കാൻ പറ്റില്ല, ഒരു കപ്പിൽ വെള്ളം എടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ നടക്കുമ്പോൾ എൻ്റെ മക്കളെന്നെ കൈ പിടിച്ചോണ്ടാ നടക്കുന്നത്. അപ്പൊ ഇത് കിട്ടിയ അവസരത്തിൽ ഈ കൊച്ച് എനിക്ക് തന്നു. ഞാനത് കാലേ കെട്ടി അന്ന് രാത്രി ഞാൻ വർഷങ്ങൾ കൂടി മരുന്നില്ലാതെ എനിക്ക് ഉറങ്ങാൻ സാധിച്ചു. അതിൽ എനിക്ക് ഏറ്റവും വലിയ റിസൾട്ട്. കാരണം എനിക്ക് എന്റെ വേദന കുറയുന്നതിനപ്പുറം എനിക്ക് രാത്രി ഒന്ന് ഉറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, രാത്രി നമുക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് മാറിപ്പോവും. ഇല്ല, എനിക്ക് മരിക്കണം എന്നുള്ളൊരു ചിന്തയായി. കാരണം ഞാൻ ഈ വീട്ടിൽ ജീവിച്ചിരിക്കുന്നതോറും എന്റെ വീട് നശിക്കുക. കാരണം ഭർത്താവ് ജോലി ചെയ്താൽ കയ്യിൽ പൈസ ഇരിക്കില്ല, മക്കള് ജോലി ചെയ്താൽ പൈസ ഇരിക്കില്ല, അവര് മാനസികമായിട്ട് തകർന്നു. അപ്പൊ ഞാനിരിക്കുക, എനിക്കൊന്ന് മരിക്കാൻ പറ്റിയെങ്കിൽ. കാരണം നിങ്ങളും ചിന്തിച്ചു, വേദന ഇല്ലാതെ ഒരു നിമിഷം എന്റെ ശരീരത്തിലില്ല. ആ ഒരു അവസ്ഥയിൽ എനിക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ലാത്തൊരവസ്ഥയായി. ഞാൻ ഭർത്താവിനോട് പലപ്പോഴും ചോദിച്ചു, എന്റെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതാ ചേട്ടാ, ഇനി ഞാൻ വീട്ടിലില്ലേലും കുഴപ്പമില്ലല്ലോ എന്ന് അത്ര പറഞ്ഞ് ഞാൻ ചോദിച്ചതാ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, റോസ് സാറ് ദൈവത്തിന്റെ ദൂതം പോലെ എന്റെ മുമ്പിൽ വന്നിറങ്ങി. ആ ഒരു അവസരത്തില് പോയി കഴിഞ്ഞപ്പോ ഞാൻ വാട്ടർ ജിപ്പാട് ഉപയോഗിച്ചു. പിറ്റേ ദിവസം ഞാൻ തിരിച്ചു കൊടുത്തു, മോളെ ഇത് എടുത്തോണ്ട് പോക്കോ, എന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കുക, അതുകൊണ്ട് എനിക്കിത് ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ആന്റിക്ക് ഇത് കുറയും, ആന്റി ഉപയോഗിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും ഈ MRI ചെയ്യുന്ന ഡോക്ടറെ കാണിക്കട്ടെ. അപ്പം കോഴിക്കോട് വലിയ മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോ അവര് പറഞ്ഞത്, നിങ്ങൾ ഓപ്പറേഷൻ ഡിസ്ക് ഓൾറെഡി വിട്ട് കിടക്കുക, അത് ഇങ്ങനെ ഇരിക്കുന്നത് വിട്ടുപോയി. അത് തിരുമ്പ് കഴിഞ്ഞപ്പോ 1.5 സെന്റിമീറ്റർ അകന്നു പോയി. കോവിഡിന്റെ സമയത്ത് തിരുമ്മില്ല. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, കൊണ്ടുപോയി കാണിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്താൽ തളർന്നു പോയി, റിസ്ക് ചെയ്യണ്ടാന്ന്. അന്ന് എന്റെ മോള് ബീച്ച് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യും. അവിടുത്തെ സാറ് പറഞ്ഞു, അമ്മേനെയും കൊണ്ട് നമുക്ക് നോക്കാം. അവരെ ഡിസ്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് 5 ദിവസം അഡ്മിറ്റ് ആക്കാൻ ചെന്നതാ. ഡോക്ടർ പറഞ്ഞു, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ സാറില്ല, ഞങ്ങൾ അഡ്മിറ്റ് വരാൻ പറഞ്ഞു. ഞങ്ങൾ അഡ്മിറ്റ് ആവാനായിട്ടാ വന്നേന്ന് പറഞ്ഞു. സാറില്ല, തിരിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് 3 സൈസ് സ്റ്റീറോയിഡ് വീണ്ടും തരുക. കുറെ നാൾ സ്റ്റീറോയിഡ് കഴിച്ച വ്യക്തിയാ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാം, സ്റ്റീറോയിഡ് കഴിച്ചാൽ പിന്നെ ആ വ്യക്തിയുടെ ആയുസ് കുറവാണ്. അപ്പൊ ആ സമയത്ത് സ്റ്റീറോയിഡ് കഴിച്ചുകൊണ്ടിരുന്ന 8 മാസം ഞാൻ പട്ടിണി കണ്ടു. പച്ചക്കറി മാത്രം വേവിച്ചു തിന്ന്, വെള്ളം ആയിട്ട് അങ്ങനെ ഞാൻ ജീവിച്ചിട്ടും എന്റെ വെയിറ്റ് കുറയും. ഒത്തിരി തടികളുടെ ആളായിരുന്നു. വെയിറ്റ് കുറയാട്ടെ, വേദന കുറയാട്ടെ ചെയ്തില്ല. ആ ഒരു അവസരത്തിൽ ഒരു ഡോക്ടർ കണ്ടുപിടിച്ചു, ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ പഴുപ്പാതെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന നിങ്ങൾ എടുത്തു കളഞ്ഞാൽ അത് കുറയും. അത് എടുത്തു, ഓവറി അടക്കം എടുത്തു. എനിക്കൊരു റിസൾട്ടും ഇല്ല. 1.5 വർഷം കഴിഞ്ഞിട്ടും വീണ്ടും ഞാൻ പഴയപടിയാണ്. അങ്ങനെ വീണ്ടും മെഡിക്കൽ കോളേജിൽ തിരിച്ചു വിട്ടു. എന്നിട്ട് എനിക്ക് കുട്ടീനെ വിളിച്ചു, മോളെ എനിക്ക് ആ വാട്ടർ ജിപ്പാണ് 1 ദിവസം കൂടെ തരാൻ പറഞ്ഞു. എന്തായാലും പുള്ളിക്കാരി തന്നു. അന്ന് രാത്രി ഞാൻ ഈ വെള്ളം കുടിച്ച് ഉറങ്ങി. 3-ാം ദിവസം രാവിലെ ഇത് മേടിച്ചോണ്ട് പോയി. ചേച്ചി കുറവുണ്ടെങ്കിൽ മേടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് സങ്കടം വന്നു. പക്ഷെ എനിക്ക് ചേട്ടയുടെ 4 ഗുളിക ഉണ്ടല്ലോ, ഗുളിയൊക്കെ കഴിച്ച് ഉറങ്ങാന്ന് വിചാരിച്ചു. ചേട്ടയുടെ ഞാൻ പറഞ്ഞു, 4-ാം ദിവസം എന്ത് പറയട്ടെ, ഇത്രയും ലക്ഷങ്ങൾ എനിക്ക് വേണ്ടി കളഞ്ഞാലേ, നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. 2 പ്രൊഡക്റ്റ് അന്ന് പ്രീമിയം തന്നെ മേടിച്ചു. ഞാൻ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, മേടിക്കുമ്പോൾ നല്ലത് മേടിക്കും. പ്രീമിയം തന്നെ വാങ്ങി ഉപയോഗിച്ചു. എന്റെ ചേട്ടായിക്ക് സ്ട്രോക്ക് വന്നു. 90%
നിൽക്കുന്ന ഒരു സമയമായിരുന്നു. 16 ദിവസം ഐസിലിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തേ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് 2 ആംബുലൻസിന്റെ നമ്പർ എപ്പോഴും നിങ്ങൾ കരുതി വെച്ചോളണം. എപ്പോഴാ വീണ്ടും സ്ട്രോക്ക് വന്നതെന്ന് അറിയില്ല. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഓപ്പറേഷൻ ചെയ്ത ആള് തളർന്നു പോകും, അല്ലെങ്കിൽ മരിച്ചു പോകും, ഓർമ്മ പോകും. ഇതാ ഡോക്ടർ പറഞ്ഞപ്പോ ആ സമയത്ത് ബ്ലഡ് കോട്ടാവില്ല, ബ്ലഡ് അലിയിപ്പിച്ച് കളയുന്ന ഒരൊറ്റ വാക്ക് എന്നെ സ്ട്രൈ ചെയ്തു. ഈ ഒറ്റ ഒരു ചിന്ത ഞാൻ പറഞ്ഞു, എന്തായാലും 2 നമുക്ക് നല്ലത് തന്നെ മേടിക്കാം. മേടിച്ച് ഉപയോഗിച്ച് 1.5 വർഷമായി. എന്റെ റിസൾട്ട് കണ്ടിട്ട് ഒറ്റ ആഴ്ചയും കണ്ട് എന്റെ സുഹൃത്തുക്കളും എന്റെ കുടുംബക്കാരും ആയിട്ട് 14 പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ എനിക്ക് സാധിക്കും. കാരണം അത് അത്രയ്ക്ക് മാറ്റാണ്. പിന്നെ എന്താ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞുമ തളർന്നു കിടക്കുമായിരുന്നു. അപ്പൊ 2 സെറ്റ് മേടിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തേ, എന്റെ നാത്തൂനോട് പറഞ്ഞു, മോളെ ഒരു റിസ്റ്റ് ബാൻഡും ഡ്രഞ്ച് ബാൻഡും അവർക്ക് കൊടുത്തു, നീ ഇത് മമ്മിയുടെ കയ്യെ കെട്ട്, വെള്ളവും കൊടുക്ക്. പക്ഷെ ഇവള് കൊണ്ടുപോയി ഒന്ന് കാലയിലും ഒന്ന് കയ്യിലും കെട്ടി. 4 വർഷമായിട്ട് തളർന്നു കിടന്ന അമ്മ 1.5 മണിക്കൂർ കൊണ്ട് എണിച്ചിരുന്നു. 3-ാം ദിവസം അത് പിടിച്ച് നടക്കാൻ തുടങ്ങി. ഇപ്പൊ ഇത് കണ്ടിട്ട് ജനങ്ങൾ മൊത്തം ഇളകി. അതൊരു അത്ഭുതമാണ് നടക്കണേ. അത് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഭയങ്കര ജെൻസി മാഡത്തിനോട് ചോദിച്ചറിയാം, ഒരു കാറിൽ നിറച്ച് കുത്തി കയറ്റി ഇവര് തിരികെ വന്ന് ഇവരെ കാണാൻ പറ്റാത്ത പോലെ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടും തികഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം അന്ന് 2 ദിവസമായിട്ട് കൊടുത്തു നിൽക്കണേ. ഒരു ദിവസം നിലമ്പൂര, എന്റെ സ്വന്തം വീട് നിലമ്പൂര. ഞാനെന്താ അവിടുന്ന് വന്നേ. അപ്പൊ എന്റെ കൂടെ ഒരു സാറ് വന്നിട്ടുണ്ട്. പുള്ളി ഇന്നലെ വന്ന് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, എനിക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ആ സാറിനെ കൂട്ടിയിട്ടാണ് ഞാൻ വന്നേ. അപ്പൊ ഇന്നലെ പോയിട്ട് 2 ദിവസം കൊണ്ട് 3-4 പ്രൊഡക്റ്റ് കൊടുത്ത് ഇന്ന് രാവിലെ 2 കൊടുത്തിട്ടാ വന്നേ. അപ്പൊ 4ന്റെ റിസൾട്ട് പറഞ്ഞാലും ആ സെക്കൻഡിൽ എടുത്തു കഴിഞ്ഞു. കാരണം എന്റെ അവസ്ഥ അതായിരുന്നു. സത്യസന്ധമായിട്ട് നമ്മൾ പറഞ്ഞാൽ മതി. നമ്മള് ഒരു നുണ ഇതിൽ പറയണ്ട. പൂർണ്ണമായിട്ട് ഇതിൽ റിസൾട്ട് ഉണ്ട്.